ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് റോയൽ എൻഫീൽഡിന്റെ ഒരു പഴയൊരു പുലിക്കുട്ടിയാണ്. അതായത് റോയൽ എൻഫീൽഡ് 500 EFI. ഞാൻ തൊലഹത്ത് റോയൽ കസ്റ്റം മോട്ടോഴ്സ് കാവന്നൂർ. അപ്പം ഞാൻ ഇതിന്റെ മുന്നേ ഒരു 500 സ്റ്റാൻഡേർഡിന്റെ വീഡിയോ ഇട്ടിരുന്നു. അതിന്റെ ഒരു റിവ്യൂസ് ആയിട്ട് ഇട്ടിരുന്നു, ഒരു യൂസ്ഡ് വണ്ടിയുടെ റിവ്യൂസ് ആയിട്ട്. ഇത് 2013 വണ്ടിയാണ്. അപ്പൊ കാലത്തിന് മുന്നേ പിറന്ന ഒരു പുലിക്കുട്ടി എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു വണ്ടിയായിട്ടോ. കാരണം ഈ ഒരു വണ്ടി ഇറങ്ങിയ സമയത്ത് നമ്മളെ പൾസർ, പാഷൻ പ്ലസ്, ആ ഒരു സ്പെൻഡർ കാലഘട്ടങ്ങൾ, അതായത് അങ്ങനത്തെ വണ്ടികൾ കൂടുതലായിട്ട് മൈലേജുള്ള വണ്ടികൾ അരങ്ങു പറയുന്നൊരു സമയത്താണ് ശരിക്കും ഈ ഒരു വണ്ടി ഒരു 32 കിലോമീറ്റർ മൈലേജ് പ്രൊവൈഡ് ചെയ്യുന്ന വണ്ടിയായിട്ട് ഇറങ്ങുന്നത്. 32 കിലോമീറ്റർ ഏറായി സാക്ഷ്യപ്പെടുത്താന്നൊക്കെ പറഞ്ഞാൽ ഏതായാലും 20-25 കിലോമീറ്റർ നമുക്ക് കിട്ടുള്ളൂ. അപ്പം ആ ഒരു സമയത്ത് ഇറങ്ങിയത് കൊണ്ട് തന്നെ വല്ലാതെ ഒന്നും ക്ലിക്കായിട്ടില്ല വണ്ടി. പിന്നെ റോയൽ എൻഫീൽഡ് അതിൻ്റെ സെയിൽ കുറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിസ്കണ്ടിന്യൂ നിർത്തുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ അന്ന് EFI ആയിരുന്നു, അത് ഇലക്ട്രോണിക് ഫ്യൂൽ ഇഞ്ചക്ഷൻ ആയിരുന്നു കൊടുത്തിരുന്നത്. അപ്പോൾ റോയൽ എൻഫീൽഡ് സ്റ്റാൻഡേർഡിൽ 500 കാർബറേറ്റർ വണ്ടിയാണ് വരുന്നത്. അപ്പോൾ രണ്ടിലും 27 സംതിങ് 27.2 27.5 കാറ്റഗറി BSP പവറാണ് ഈ വണ്ടിക്ക് വരുന്നത്. 41 ന്യൂട്ടൺ മീറ്റർ ടോർക്കും വരുന്നുണ്ട്. അപാര ടോർക്കാണ് വണ്ടിക്ക്. അതായത് ഒന്നും പറയാനില്ല. കാരണം ഈ ഒരു വണ്ടി ഉപയോഗിച്ച ആളുകൾ, ഇപ്പോഴും ഉപയോഗിക്കുന്ന ആളുകൾ ഒഴിവാക്കാത്തൊരു വണ്ടിയാണ്. പിന്നെ ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഫ്യൂലിന്റെ പമ്പിന്റെ കംപ്ലൈന്റ് കൊണ്ടാണ്. അപ്പൊ അതും കൂടി ഇതിന്റെ കൂട്ടത്തിലും പറയാലോ. കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്ന മാതിരി തന്നെ ഈ വണ്ടിയൊക്കെ ഒന്ന് ഇറങ്ങി, EFI വണ്ടികൾ ഇറങ്ങുന്ന സമയത്ത് അതിനെക്കുറിച്ച് അവയർനെസ് ഉള്ള ECM ഫ്യൂൽ ഇഞ്ചക്ഷൻ ഒക്കെ ഇറങ്ങുന്ന ഈ ഒരു വണ്ടിയിൽ അതിനെക്കുറിച്ച് അവയർനെസ് ഉള്ള ഒരു ലോക്കൽ മെക്കാനിക്സ് ഇല്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. വളരെ കുറവായിരുന്നു. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസമുള്ള, അതായത് ഇതിനെക്കുറിച്ച് ശരിക്കും പഠിച്ചിട്ടുള്ള മെക്കാനിക്സിന്റെ അഭാവമാണ് ശരിക്കും ഈ ഒരു വണ്ടി, ചില വണ്ടികൾ ഇപ്പോഴും കാർബറേറ്ററിൽ ഓടുന്നത്. കാരണം കാർബറേറ്റർ സിസ്റ്റം ശരിക്കും മെയിൻ കൊടുത്തേക്കുന്ന EFI സ്റ്റാൻഡേർഡ് വണ്ടിയിലാണ്. അതിന് ചെറിയൊരു ടോർക്കിന് വ്യത്യാസം, ചെറിയൊരു ടോർക്കിനും, അതായത് ഒരു BSPയിലധികം ഒരു BSPന്റെ അടുത്തായിട്ട് കുറവും വരുന്നുണ്ട് പവറിൽ. പിന്നെ മൈലേജ് ഏകദേശം രണ്ടും പറയുന്നത് സെയിം ആണെങ്കിലും കാർബറേറ്റർ വണ്ടിയിലേക്ക് വരുമ്പോൾ നമുക്കുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ അത് ഒരു മെക്കാനിക്കിന്റെ വൈദഗ്ധ്യം ആവശ്യമുണ്ട്. കാരണം കറക്റ്റായിട്ട് മെക്കാനിക്ക് ട്യൂൺ ചെയ്തെടുക്കുന്നതിനനുസരിച്ചുണ്ട് അതിൻ്റെ ഒരു മൈലേജ്. ഇത് പിന്നെ ECM ഓട്ടോമാറ്റിക് കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ കറക്റ്റ് എല്ലാ സെൻസറും കാര്യങ്ങളും കറക്റ്റ് റീഡിംഗ് ആണ് ECM ഓട്ടോമാറ്റിക് കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള മൈലേജ് നമുക്ക് കിട്ടും. അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ കാർബറേറ്റർ വണ്ടിയും ഈ ഒരു വണ്ടിയും തമ്മിൽ മാറ്റം എന്താണെന്ന് വെച്ചാൽ അപാര പെർഫോമൻസ് ആണ് വണ്ടിക്ക്. പെർഫോമൻസ്, സ്മൂത്ത്നെസ്, വൈബ്രേഷൻ കുറവാണ് വണ്ടിക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഏതെങ്കിലും വണ്ടി നിങ്ങൾ കാർബറേറ്ററിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, നിങ്ങൾ ഉപയോഗിക്കുന്ന ആരെങ്കിലും അറിയാൻ പറ്റും, പഴയ ഒരു FI ഉണ്ടായിരുന്ന ആ ഒരു എഞ്ചിനും സിസ്റ്റവും കാർബറേറ്ററും തമ്മിൽ എത്രത്തോളം മാറ്റം വരുന്നുണ്ടെന്നുള്ളത്, അതായത് ഓടിക്കുന്ന സമയത്ത് എത്രത്തോളം നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിന്റെ ഫ്യൂൽ പമ്പിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ അന്നുണ്ടായിരുന്ന ആളുകൾക്ക് മെയിൻ അറിയാത്ത ഒരു വിഷയമായിരുന്നു. 2 ലിറ്റർ പെട്രോൾ ഇതിൽ എപ്പോഴും വേണമായിരുന്നു. അപ്പോൾ നമ്മളൊക്കെ സാധാരണ 100 രൂപക്ക് 50 രൂപക്ക് പെട്രോൾ അടിച്ച് ഓടുന്ന ആളുകൾക്ക് ഒരിക്കലും ഒരു EFI വണ്ടി, അത് ഇപ്പം ഈ കാലഘട്ടത്തിൽ വരുന്ന ഇപ്പം നിർബന്ധമായിട്ടുള്ള ഒരു വിഷയം അന്നേ നിർബന്ധമായിരുന്നു 2 ലിറ്റർ പെട്രോൾ എന്നുള്ളത്. അതില്ലാതെ കുറവുള്ള സമയത്ത് പമ്പ് ഓവർ ഹീറ്റ് ആവുകയും പമ്പ് കംപ്ലൈന്റ് ആവുകയും ചെയ്യുമായിരുന്നു. കാരണം പമ്പിന്റെ കൂളിംഗ് പെട്രോളാണ്. അപ്പം വളരെ കുറഞ്ഞ പെട്രോൾ വെച്ച് വണ്ടി ഓടുന്ന സമയത്ത് പമ്പ് കംപ്ലൈന്റ് വരിക, അതേമാതിരി ടാങ്കിലേക്ക് വെള്ളം ഇറങ്ങിയിട്ട് ടാങ്കൊന്നും ക്ലീൻ ചെയ്യാതെ കൊണ്ടുവന്നിട്ട് പമ്പ് ഫിൽറ്റർ ക്ലോഗ് ആയിട്ട് പമ്പ് കംപ്ലൈന്റ് വരിക, അങ്ങനത്തെ വിഷയങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ പമ്പിന്റെ ഓറിങ്സ് പൊട്ടിപ്പോവുക, പിന്നെ ഊരി റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് ഓറിങ്സ് പൊട്ടിയിട്ടുണ്ടാവും. അങ്ങനത്തെ, അതായത് ഈ ഒരു വിഷയം ഈ ഒരു ഷോർട്ട് ഔട്ട് ചെയ്യാൻ കഴിയാത്ത ഒരു സമയത്താണ്, മെക്കാനിക്സിന് ശരിയായ ഷോർട്ട് ഔട്ട് ചെയ്യാൻ കഴിയാത്ത സമയത്താണ് ശരിക്കും ഒരു EFI വണ്ടി ഇറങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടി കംപ്ലൈൻസ് ആണ് എന്ന ഒരു ചീത്തപ്പേരും കൂടി വണ്ടിക്ക് ഉണ്ടായിരുന്നു. കാരണം ഇപ്പൊ എല്ലാ വണ്ടിയും EFI ആയല്ലോ, അതായത് എല്ലാ വണ്ടിയും ഈ ഒരു സിസ്റ്റത്തിലേക്ക് വന്നു. അപ്പം അതിന് നിങ്ങൾ ഇപ്പോഴും ഇത് 2013 വണ്ടിയാണ്, ഇതുവരെ ഇതിന്റെ കാർബറേറ്റർ മാറ്റിയിട്ടില്ല. 2013 ഒരു 16 മുതൽ എനിക്ക് തോന്നുന്നു, ഒരു 16 മുതൽ നമ്മളെടുക്കുന്ന സർവീസ് ചെയ്യുന്ന വണ്ടിയാണ്. അപ്പോൾ ഒരു 12 വർഷമായി ഈ വണ്ടി. 12 വർഷത്തിലധികം പഴക്കമുള്ള വണ്ടിയാണ്. ഇപ്പോഴും ഇതിന്റെ ഒരു സാധനം, ഒരു സിസ്റ്റം മാറ്റിയിട്ടില്ല. ഫ്യൂൽ പമ്പ് മാറ്റിയിട്ടുണ്ട്, ഫ്യൂൽ പമ്പിന്റെ മോട്ടോർ മാത്രമേ മാറ്റിയിട്ടുള്ളൂ. ഇപ്പോൾ ഫ്യൂൽ പമ്പിന്റെ മോട്ടോർ അവൈലബിൾ ആണ്, ആഫ്റ്റർ മാർക്കറ്റ് ആണ്, എന്നാലും കുഴപ്പമില്ല. 2000 സംതിങ് വില കൊടുത്തു കഴിഞ്ഞാൽ ഫ്യൂൽ പമ്പിന്റെ മോട്ടോർ കിട്ടും.
അത് ശരിയായ രീതിയിൽ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ, ഓറിങ്ങോ കറക്റ്റ് സീറ്റായി റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന മെക്കാനിക്സ് ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്ത് നമുക്ക് സുഖമായിട്ട് ഓടാൻ പറ്റുന്ന സാധനമാണ്. അത് നിങ്ങൾ 15,000 രൂപ കൊടുത്തിട്ട് 18, 16, 17 രൂപ എടുത്തിട്ട് കാർബറേറ്ററിലേക്ക് മാറ്റേണ്ട യാതൊരു കാര്യമില്ല. അത് മാറ്റിയാൽ തന്നെ നിങ്ങൾക്ക് ക്ലാസിക് എന്ന ഈ ഒരു വണ്ടിയുടെ ശരിയായ രീതിയിലുള്ള പെർഫോമൻസ് നഷ്ടപ്പെടുന്ന കാര്യം യാതൊരു സംശയമില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കാർബറേറ്ററിൻ്റെ മൈലേജ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ ഈ അടുത്തൊരു 500 വന്നിട്ട് അതേമാതിരി തണ്ടർബേർഡ് വന്നിട്ട് മൈലേജ് ഇല്ല എന്ന് പറഞ്ഞാൽ 20 കിലോമീറ്റർ കിട്ടുമെന്ന് പറഞ്ഞ് ഒഴിവാക്കി കാർബറേറ്ററിൽ കൺവേർട്ട് ചെയ്ത വണ്ടിയായിരുന്നു. അപ്പം അവിടെയും ഇതിൻ്റെ ഒരു വിഷയം കിടക്കുന്നത് ഒരു വിദഗ്ധമായ മെക്കാനിക്കിൻ്റെ അഭാവം ഉണ്ടെങ്കിൽ തന്നെ അത് കാർബറേറ്റർ ട്യൂൺ ചെയ്ത് കറക്റ്റ് ചെയ്തതിന് മൈലേജ് ആക്കാൻ നമുക്ക് പറ്റുള്ളൂ. പിന്നെ EFI എന്ന ഒരു സിസ്റ്റം EFIയിൽ നിലനിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് പെർഫോമൻസും കറക്റ്റ് സ്മൂത്ത്നെസ്സും അനുഭവിച്ചറിയാൻ കഴിയും. പിന്നെ ഈ വണ്ടീൻ്റെ ടോർക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് ഒരുവിധം പിന്നെ ലോ സ്പീഡിലൊന്നും നമുക്ക് ഗിയർ മാറ്റാതെ ഓടാന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകത. ഗിയർ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം അവിടെ വരുന്നില്ല എന്നുള്ളത്, പിന്നെ വളരെ കുറഞ്ഞ രീതിയിൽ നമുക്ക് ഗിയർ ചേഞ്ചിൻ്റെ ആവശ്യമുള്ളൂ. അത്രയും ലോ സ്പീഡിൽ നമുക്ക് ഇത് വണ്ടി കൊണ്ടെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പാർട്ടി വണ്ടി വൃത്തിയൊന്നുമില്ല, നമുക്കറിയാം വണ്ടി വൃത്തിയൊന്നുമില്ല. എന്നാലും ഈ രീതിയിലാണെങ്കിലും കൂടെ ഈ വണ്ടി ഇതിന് ഓണർ കൊണ്ടു കിടക്കുന്നുണ്ട് ഒഴിവാക്കാതെ. കാരണം ഇതിൻ്റെ ഒരു പെർഫോമൻസ് കൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു വണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ സാധാരണ ആളുകൾ 350ലേക്ക് ഒരിക്കലും പോകാൻ കഴിയും. 350 ഓടിക്കാൻ പറ്റില്ല അവർക്ക്. അപ്പം നിങ്ങൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു EFI വണ്ടി, നിങ്ങൾക്ക് പിന്നെ ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം EFI നിലനിർത്തിയിട്ടുള്ള വണ്ടി ഉണ്ടെങ്കിൽ ഏത് വണ്ടി ധൈര്യമായിട്ട് എടുക്കാവുന്നതാണ്. പിന്നെ അതിൻ്റെ ECM ആണെങ്കിലും, അപ്പം നമ്മളിപ്പോൾ ഇറങ്ങുന്ന വണ്ടികൾ ECM ഒക്കെ വർഷത്തിൽ 2 പ്രാവശ്യത്തെ അടിച്ചുകൊണ്ട് ECM ആണ് ഇപ്പോഴൊക്കെ ഇറങ്ങുന്ന വണ്ടിക്ക്. അപ്പോൾ ഈ 2013 വർഷമായിട്ടും ഇതിൻ്റെ ECM ഒക്കെ ഹൈ ക്വാളിറ്റി ECM ആണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫ്യൂൽ ത്രോട്ടിൽ ബോഡി ആണെങ്കിൽ നല്ല ക്വാളിറ്റിയിലെ ത്രോട്ടിൽ ബോഡിയാണ്. പിന്നെ ആ ഒരു സമയത്ത് 45 ഡിഗ്രിയിൽ കൂടുതൽ ചെരിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഓഫാണ്. റോൾ ഓവർ സെൻസറും കൊടുത്തൊരു വണ്ടിയാണ്. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ മെയിൻ്റനൻസ് വൈസ് ബാക്കി എല്ലാ കാര്യങ്ങളും സാധാരണ ക്ലാസിക്കിൻ്റെ മാതിരി തന്നെയാണ്. മെയിൻ്റനൻസ് ഏറ്റവും ആളുകൾ ഭയപ്പെടുന്ന ഫ്യൂൽ പമ്പ് എന്നൊരു വിഷയമാണ്. അപ്പം അത് നിങ്ങൾ കറക്റ്റ് 6 മാസം കൂടുമ്പോൾ ടാങ്കൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യുക. മഴക്കാലം കഴിയുമ്പോൾ ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യുക, തുരുമ്പൊക്കെ ഒന്ന് ഒഴിവാക്കുക. പിന്നെ അതെല്ലാം വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഫിൽറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീപ്ലേസ് ചെയ്യുക. ഫ്യൂൽ പമ്പ് അയക്കുന്ന സമയത്ത് അതിൻ്റെ ഓറിങ്സ് ഉണ്ട്, ആ ഓറിങ്സ് കറക്റ്റ് സീറ്റിംഗ് ആണോ നോക്കുക. ആ ഓറിങ്സ് പോയി കഴിഞ്ഞാൽ കിട്ടില്ല, അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മളൊക്കെ അറേഞ്ച് ചെയ്ത് അവിടെ നിന്ന് അറേഞ്ച് ചെയ്തിട്ട് നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യൽ. പിന്നെ റിലേ പ്രശ്നങ്ങളാണ് കൂടുതലും. അത് റിലേ പിന്നെ റിലേൻ്റെ ഒരു പിന്നെ ലൂസ് കോണ്ടാക്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതായത് ഇതിന് കൂടുതലായിട്ടും പ്രശ്നങ്ങൾ നമ്മളെ ഒരു അനുഭവത്തിൽ ഇതിൻ്റെ പമ്പിൻ്റെ വിഷയം മാത്രമേ വന്നിട്ടുള്ളൂ. ആ പമ്പിൻ്റെ വിഷയം തന്നെ ഈ ഒരു 13 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഒരു 1-2 പ്രാവശ്യം എനിക്ക് തോന്നുന്നു പമ്പിൻ്റെ മോട്ടർ മാത്രം മാറ്റിയിട്ടുണ്ട്. അതിന് പുള്ളിക്കാകെ ഒരു 4,000 രൂപ മാത്രമേ ചിലവ് വന്നിട്ടുള്ളൂ. അതായത് 13 വർഷത്തെ കാര്യമാണ് പറഞ്ഞിട്ടോ. അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി ഒരു 17,000 രൂപ മുടക്കിയിട്ട് പിന്നെ ഈ നല്ല എത്രയും സ്മൂത്തായിട്ട് ഓടുന്ന പറഞ്ഞാൽ സ്റ്റാൻഡേർഡും ഈ ഒരു വണ്ടിൻ്റെ സ്മൂത്ത്നെസ്സിൽ ഒരുപാട് വലിയ മാറ്റം വരുന്നുണ്ട്. ഓടിച്ചാലും അറിയാൻ പറ്റും. ഈ സ്മൂത്തായിട്ട് ഓടുന്ന ഒരു വണ്ടി നിങ്ങൾ ഒരിക്കലും കാർബറേറ്ററിലേക്ക് മാറ്റരുത്. ആ കാർബറേറ്റർ എന്നുള്ള ആവശ്യമുള്ള ആളാണെങ്കിൽ സ്റ്റാൻഡേർഡ് 500 ഉപയോഗിക്കുക. ക്ലാസിക് 500 എന്നുള്ള വണ്ടി സ്മൂത്ത്നെസ് ആണ്. സ്മൂത്ത്നെസ് ആൻഡ് പെർഫോമൻസ്, അതായത് ഫ്യൂൽ ഇഞ്ചക്ഷൻ എന്നുള്ള കറക്റ്റായിട്ട് ആ ഒരു ECM കൺട്രോൾഡ് ആയിട്ട് ചെയ്യുന്ന ഇഞ്ചക്ഷനാണ്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് വേറെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഫ്യൂൽ ഇഞ്ചക്ഷൻ വണ്ടി എന്നുള്ള ആ ഒരു കാലഘട്ടത്തിലായിരുന്ന മെക്കാനിക്സിൻ്റെ അറിവില്ലായ്മ മൂലമാണ് ഒരുപാട് വണ്ടികൾ ഇപ്പോൾ കാർബറേറ്ററിൽ ഓടുന്നത്. അതൊരിക്കലും നിങ്ങൾ കാർബറേറ്റർ വണ്ടി എടുക്കേണ്ട എന്നല്ല, കാർബറേറ്റർ വണ്ടി ആക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു വണ്ടി ഒഴിവാക്കുക. അപ്പോൾ യൂസ്ഡ് മാർക്കറ്റിൽ കിട്ടാവുന്ന ഒരു വണ്ടിയാണ് 500. നിങ്ങൾ പിന്നെ ഫ്യൂൽ ഇഞ്ചക്ഷനെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന നല്ല വണ്ടിയാണ്, നിങ്ങൾ ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്ന വണ്ടിയാണ്. പിന്നെ ഒരിക്കലും ഒന്ന് ഓടിച്ചു നോക്കുക വണ്ടി ആദ്യം തന്നെ. അത് അതായത് 500 cc ആ ഒരു കാലത്ത് 25 കിലോമീറ്റർ, നമുക്ക് ശരാശരി 25 കിലോമീറ്റർ മുതൽ ഒരു നല്ല വണ്ടി 25-30 ഇടയിൽ മൈലേജ് പ്രതീക്ഷിക്കാവും. 25 കിലോമീറ്റർ എന്തായാലും മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം അക്കാലത്ത് 50, 60, 70 മൈലേജ് കൊണ്ടിടുന്ന വണ്ടികൾ പിന്നെ ആളുകൾ ഇപ്പം എല്ലാ വണ്ടികളും ആ ഒരു മൈലേജ് പവർ കൂട്ടിയിട്ട് ഇറക്കാൻ തുടങ്ങി. 650, 500, 400, 410, 450 cc വണ്ടികൾ ഇറങ്ങാൻ തുടങ്ങി. ഇപ്പം മൈലേജ് ഒന്നും വലിയൊരു വിഷയമില്ലാതെ തുടങ്ങിയ ഒരു കാലഘട്ടമാണ് ഇപ്പം. അപ്പം ചുരുങ്ങിയ ചെലവിൽ നമുക്ക് ഒരു പെർഫോമൻസ് വണ്ടി, അതായത് പിന്നെ 27 bhp പവർ ഉള്ളെങ്കിലും കൂടി പിന്നെ നമുക്ക് ആ പെർഫോമൻസ് ശരിക്കും അനുഭവിച്ചറിയാൻ കഴിയും. ഇപ്പം 40-45 bhp പവറൊക്കെയാണല്ലോ വരുന്നത്. അപ്പം ആ ഒരു 350യേക്കാൾ എന്തുകൊണ്ടും പിന്നെ നമുക്ക് ഓടിക്കാനുള്ള ആ ഒരു സുഖം എന്ന് പറഞ്ഞ ഒരു അനുഭൂതി വേറെ. 350നെ കമ്പയർ ചെയ്യുമ്പോൾ മാത്രമേ ഞാൻ പറയുന്നത് കേട്ടോ. 350 സ്റ്റാൻഡേർഡ് ആയാലും ക്ലാസിക് ആയാലും അതുകൊണ്ട് എന്തുകൊണ്ടായാലും ഓടിക്കാൻ സുഖമുള്ള ഒരു അടിപൊളി വണ്ടി തന്നെയാണ്. യാതൊരു സംശയവും ഇല്ല. ശരിക്കും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുന്ന വണ്ടിയാണെങ്കിൽ ധൈര്യത്തിലെടുക്കാം.
പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ UC ക്ലാസിക് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ബാക്കി ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വണ്ടികൾ എടുക്കുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുക. ഇത് ECM, ത്രോട്ടിൽ ബോഡി, കംപ്ലൈൻറ്റ് വാല്യൂ വളരെ കുറവാണ്, റയറാണ്. എൻ്റെ അനുഭവത്തിൽ ഇതുവരെ ECM ത്രോട്ടിൽ ബോഡി മാറ്റേണ്ട അവസ്ഥ ഇതുവരെ വന്നിട്ടില്ല. അത് നമ്മൾ ഒരു ഇതൊക്കെ ഷോർട്ട് ഔട്ട് ചെയ്ത് വിടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് 500 കുറിച്ച് എനിക്കിതാണ് പറയാനുള്ളത്. ധൈര്യമായിട്ട് എടുക്കാവുന്നൊരു വണ്ടിയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.